സംസ്ഥാനത്തിന്റെ ഊർജ്ജ ഭൂപടത്തിൽ വലിയ മാറ്റങ്ങൾ പ്രസരണ മേഖലയിൽ വരുത്താൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. കടമ്പഴിപ്പുറം 33 kV സബ്സ്റ്റേഷന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 8256.93 കോടി രൂപയുടെ നിക്ഷേപം പ്രസരണ മേഖലയിൽ സർക്കാർ നടത്തി. ഇതിലൂടെ ഒരു 400 kV സബ്സ്റ്റേഷൻ ഉൾപ്പെടെ 102 സബ്സ്റ്റേഷനുകളും അനുബന്ധ ലൈനുകളും സ്ഥാപിച്ചുകൊണ്ട് പ്രസരണ ശൃംഖലയെ കരുത്തുറ്റതാക്കാൻ കഴിഞ്ഞെന്നും മന്ത്രി പറഞ്ഞു. 25,500 കോടി രൂപയുടെ വികസനമാണ് ഈ 10 കൊല്ലം കൊണ്ട് നടത്തിയത്. അതിലെനിക്ക് അഭിമാനവും സന്തോഷവും ജീവനക്കാർക്ക് പ്രത്യേകമായിട്ടുണ്ട്. കടപ്പുഴത്തെ പുതിയ സബ്സ്റ്റേഷൻ ഉൾപ്പെടെ വന്നതോടെ 11 kV ലൈനുകളും ദൈർഘ്യം കുറയുകയും പ്രസരണമൊക്കെ ഗണ്യമായി കുറയുകയും ചെയ്തു. ഇതുവഴി പ്രതിദിനം 7,02,400 യൂണിറ്റ് വൈദ്യുതി ലാഭിക്കാനും KCBക്ക് 1.17 കോടി അധിക വരുമാനം നേടാനും സാധിക്കും. ഇതോടെ ഒന്നും പറയാം, ആദ്യമായി കഴിഞ്ഞ 2 കൊല്ലമായിട്ട് KCB ലാഭത്തിലാണ് കേട്ടോ, നഷ്ടത്തിലല്ല കേട്ടോ. ആ സന്തോഷത്തിന്റെ അറിയിക്കുക. നമ്മുടെ ലക്ഷ്യം വെറും വൈദ്യുതി വിതരണം മാത്രമല്ല, 2050 കേരളത്തെ പൂർണ്ണമായ കാർബൺ ന്യൂട്രൽ ആക്കുക എന്നതാണ്. ഇതിനായി പുനരുപയോഗ ഊർജ്ജത്തിന്റെ വലിയ മുൻഗണനയാണ് നമുക്ക് നൽകുന്നത്. സൗര പദ്ധതിയുടെ കേരളത്തിലെ വീടുകളിലും മേൽക്കൂരകളിലും ഇന്ന് കൊച്ചു വൈദ്യുതികളായി മാറിക്കഴിഞ്ഞു. ഞാൻ ഒറ്റപ്പാലത്ത് വന്നപ്പോൾ ഞാൻ എംഎൽഎയോട് പറഞ്ഞു, ഇവിടെ അധികം സോളാർ വെച്ചത് കണ്ടില്ല. അത് കുറച്ചേ പൈസയുള്ളൂ, വേറെ ശ്രമിച്ചാൽ അത് കിട്ടും. അത് കഴിഞ്ഞ് ഇലക്ട്രിസിറ്റി ചാർജ് കഴിച്ചിട്ട് 2,000 ഉള്ള മിച്ചവർക്ക് ഇലക്ട്രിസിറ്റി കഴിഞ്ഞപ്പോൾ 1000 രൂപ ഇങ്ങോട്ട് കിട്ടുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തത്. സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യം വെറും വൈദ്യുതി വിതരണം മാത്രമല്ല, മറിച്ച് 2050 വർഷത്തോടെ സംസ്ഥാനത്തെ പൂർണ്ണമായും കാർബൺ ന്യൂട്രലാക്കി മാറ്റുക എന്നതാണ്. ഇതിനായി പുനരുപയോഗ ഊർജ്ജത്തിന് വലിയ മുൻഗണനയാണ് നാം നൽകുന്നതെന്ന് മന്ത്രി പറഞ്ഞു. കടമ്പഴിപ്പുറം പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ കെ പ്രേംകുമാർ MLA അധ്യക്ഷനായി. പാലക്കാട് ട്രാൻസ്മിഷൻ സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ AR രാജശ്രീ റിപ്പോർട്ട് അവതരിപ്പിച്ചു. KCB സ്വതന്ത്ര ഡയറക്ടർ V മുരുകദാസ്, KCB ട്രാൻസ്മിഷൻ നോർത്ത് ചീഫ് എഞ്ചിനീയർ K ശാന്തി, പാലക്കാട് ട്രാൻസ്മിഷൻ സർക്കിൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ K രാജേഷ്, ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AK ഷീലാദേവി, ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശോക് കുമാർ, കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK ബീന, കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ പാട്ടത്തൊടി, കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K ശ്രീലത, പഞ്ചായത്ത് അംഗം ദിലീപ് കുമാർ, മറ്റ് ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവേകാൻ അഗ്രികൾച്ചറൽ സെന്റർ അടയ്ക്കാവുത്തൂർ.